വെൽക്കം ടു ബയോത്തോട്ട്. അപ്പോൾ നമ്മൾ ഇന്ന് ഫീമെയിൽ റിപ്രൊഡക്റ്റീവ് സിസ്റ്റം ഡിസ്കസ് ചെയ്യാണ്. ഫീമെയിൽ റിപ്രൊഡക്റ്റീവ് സിസ്റ്റം എന്താണ് ഇതിൽ പറയാനുള്ളത്? ഫീമെയിൽ റിപ്രൊഡക്റ്റീവ് സിസ്റ്റം ഫീമെയിൽസിനെ കുറിച്ചാണ് നമ്മളിങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യുന്നു എന്ന് പറഞ്ഞിരുന്നു. പിന്നെന്താണ്, പെയർ ഓഫ് ഓവറീസ് ഉണ്ട് അല്ലേ? നമ്മുടെ പ്രൈമറി സെക്സ് ഓർഗൻ ഫീമെയിൽസിൻ്റെ കേസ് എടുക്കുമ്പോൾ എന്താണ്, പെയർ ഓഫ് ഓവറീസ് ആണ് അല്ലേ? പെയർ ഓഫ് ഓവറീസ് കാണും. പിന്നെന്താണ് പറയുന്നത്, പിന്നെ അലോങ് വിത്ത് അസറി ഡെക്റ്റുകൾ ഉണ്ട് ഇല്ലേ? അപ്പോൾ ഇവിടെ ഡെക്റ്റ്, ഓവി ഡെക്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഫെലോപ്പിൻ ട്യൂബിൻ്റെ വേറെ പേരാണ്. ഓക്കെ, പിന്നെന്താണ്, യൂട്രസ് വരുന്നുണ്ട്. അതേപോലെ എന്തൊക്കെ സ്ട്രക്ചർ നമുക്ക് കാണാൻ പറ്റും? യൂട്രസ് സിംഗിൾ സ്ട്രക്ചർ ആയിരിക്കും. പിന്നെ അത് യൂട്രസ് വെജൈനലോട്ട് ലീഡ് ചെയ്യുന്നത് സെർവിക്സിൻ്റെ ഒരു പാത്ത് കഴിഞ്ഞിട്ടാണ്. ഓക്കെ, അപ്പോൾ പിന്നെന്താണ്, എക്സ്റ്റേണൽ ജെനിറ്റാലിയ സ്ട്രക്ചേഴ്സ് വരുന്നുണ്ട്. നമ്മൾ എക്സ്റ്റേണൽ ജെനിറ്റാലിയ മെയിലിലെ പീനസിൻ്റെ സ്ട്രക്ചറൊക്കെ പറയുന്നത്. ഇവിടെ അങ്ങനെ നമ്മൾ വേറെ പുതിയ പുതിയ ആൾക്കാരെ പരിചയപ്പെടാൻ പോകുന്നുണ്ട്. ഇതെല്ലാം കാണുന്നത് എവിടെയാണ്? ലോവർ അബ്ഡോമിൻ റീജിയൻ ആയിട്ടുള്ള പെൽവിക് റീജിയൻ എന്ന് പറയും. അവിടെയാണ് നമ്മുടെ റിപ്രൊഡക്റ്റീവ് ഓർഗൻസുകൾ ഫീമെയിലിൻ്റെ ഒക്കെ അക്കോമഡേറ്റ് ചെയ്യുന്ന സ്ഥലം. അപ്പോൾ ദീസ് പാർട്സ് ഓഫ് ദ സിസ്റ്റം അലോങ് വിത്ത് എ പെയർ ഓഫ് മാമറി ഗ്ലാൻഡ്സ്. പിന്നെ ഇവിടെ അസറി ഗ്ലാൻഡുകളും ഉണ്ട് ഇല്ലേ? സെക്രീഷൻസ് കൊണ്ടിരുന്ന മിൽക്ക് സെക്രീറ്റ് ചെയ്യുന്നു ഇല്ലേ? ലാക്ടേഷൻ്റെ ടൈമിൽ മാമറി ഗ്ലാൻഡ് വരുന്നുണ്ട്. ഇതും ഇവരോടൊപ്പം സ്ട്രക്ചറലിയും ഫങ്ഷണലിയും സപ്പോർട്ട് ചെയ്യുന്നു. ഇൻ്റഗ്രേറ്റഡ് എന്ന് പറഞ്ഞാൽ അതിനോടൊപ്പം ചേർന്ന് സ്ട്രക്ചറലിയും ഫങ്ഷണലിയും സപ്പോർട്ട് ചെയ്യുന്നു. ഏതൊക്കെ പ്രോസസ്സിലൂടെ? ഈ പ്രോസസ് ഓഫ് ഓവുലേഷൻ്റെ ടൈമിലായാലും ഫെർട്ടിലൈസേഷൻ, പ്രഗ്നൻസി, ബർത്ത്, ചൈൽഡ് കെയർ. അപ്പോൾ ഇതിലെല്ലാത്തിലും ഇവരുടെ എല്ലാത്തിൻ്റെയും ഒരു എന്താ പറയുക, പരസ്പരമുള്ള ഒരു സഹകരണം എല്ലാത്തിൻ്റെയും കാണുന്നു, സ്ട്രക്ചറലി ആയാലും ഫങ്ഷണലി ആയാലും എന്നാണ് ഉദ്ദേശിക്കുന്നത്. ദാറ്റ് ഈസ് ഒരു ഫീമെയിൽ റിപ്രൊഡക്റ്റീവ് സിസ്റ്റം ഫങ്ഷണലിലേക്ക് നടക്കണമെങ്കിൽ അവിടെ ഫീമെയിൽ അസറി ഡെക്റ്റുകളായാലും പ്രൈമറി സെക്സ് ഓർഗൻ ആയാലും അതിൻ്റെ അസറി ഗ്ലാൻസ് ആയാലും എല്ലാം സ്ട്രക്ചറലിയും ഫങ്ഷണലിയും അതിനോടൊപ്പം കോർഡിനേറ്റ് ചെയ്യണം. അത്രേ അവിടെ ഉദ്ദേശിക്കുന്നുള്ളൂ. പിന്നെന്താണ് പറയുന്നത്, ഓവറീസ് എന്ന് പറഞ്ഞാൽ കഴിഞ്ഞാൽ പ്രൈമറി ഫീമെയിൽ സെക്സ് ഓർഗൻ ആണ്. അതെന്ത് ഗമേറ്റിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്? ഫീമെയിൽ ഗമേറ്റ് ആയിട്ടുള്ള ഓവം. പിന്നെന്താണ്, സെവറൽ സ്റ്റിറോയിഡ് ആയിട്ടുള്ള ഹോർമോൺസുകൾ, അതിനെന്ത് പറയും? ഓവേറിയൻ ഹോർമോൺ എന്ന് പറയും അല്ലേ? അപ്പോൾ എന്താണ്, ഈസ്ട്രോജൻ ഓവറീസ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്, ഈസ്ട്രോജൻ പ്രൊഡ്യൂസ് ചെയ്യുന്നത് നമ്മൾ കേട്ടിട്ടുണ്ട് ഇല്ലേ? ഇനി നമ്മൾ കാണും, നമ്മൾ മെൻസ്ട്രൽ സൈക്കിളൊക്കെ വരുമ്പോൾ ആ സമയത്ത് അതൊക്കെ കാണും. അപ്പോൾ ഓവറീസ് പിന്നെ എവിടെയാണ് കാണുന്നത്? വൺ ഓൺ ഈച്ച് സൈഡ് ഓഫ് ദ ലോവർ അബ്ഡോമൻ. ഓക്കെ, ഇതിപ്പോൾ ലോവർ അബ്ഡോമൻ റീജിയൻ ആണ്. ഓക്കെ, അവിടെ എന്താണ്, വൺ ഓൺ ഈച്ച് സൈഡ് ഓഫ് ദ ലോവർ അബ്ഡോമൻ ഓവറി കാണുന്നുണ്ട് ഇല്ലേ? അതെങ്ങനെ കണക്ട് ചെയ്തേക്കുന്ന? പെൽവിക് വാളിലോട്ടും. ഓവറീസ് ആർ ലൊക്കേറ്റഡ് ഓൺ വൺ ഓൺ ഈച്ച് സൈഡ് ഓഫ് ദ ലോവർ അബ്ഡോമൻ. പിന്നെ ഈച്ച് ഓവറി എന്ന് പറയുന്നത് നമ്മൾ ടെസ്റ്റസ് എങ്ങനെയാണ് പറഞ്ഞത്? 4 to 5 സെൻറ്റിമീറ്റർ ആൻഡ് ലെങ്ത് അതിൻ്റെ പറഞ്ഞു. പിന്നെന്താണ് പറഞ്ഞത്? 2 to 3 സെൻറ്റിമീറ്റർ വിഡ്ത്ത് പറഞ്ഞു. അപ്പോൾ അതിൽ ഈ ഇത്രയും ഭാഗം റിമൂവ് ചെയ്യാം. ഓക്കെ, അപ്പോൾ എന്തായി? 2 to 4 സെൻറ്റിമീറ്റർ. ഇതാണ് നമ്മുടെ ഓവറിയുടെ ലെങ്ത് വരുന്നത്. ഓക്കെ, അപ്പോൾ എന്താണ്, ഇറ്റ് ഇസ് കണക്റ്റഡ് ടു ദ പെൽവിക് വാൾ ആൻഡ് യൂട്രസ്. പെൽവിക് എന്ന് പറഞ്ഞാൽ ആ പെൽവിക് റീജിയനിലാണല്ലോ. അപ്പോൾ അതിൻ്റെ വാളിനോടും പിന്നെ നിങ്ങോട്ട് നോക്കിയേ യൂട്രസിൻ്റെ വാളിനോടൊക്കെ കണക്ട് ചെയ്യുന്നത് ഈ ഒരു സ്ട്രക്ചർ ഇല്ലേ, ഈ ഒരു ഏരിയ സ്ട്രക്ചർ, ഇതിനെ പറയുന്നതാണ് ലിഗമെൻറ്റ്സ്. ഓക്കെ, അപ്പോൾ ലിഗമെൻറ്റ്സ് വഴിയാണ് അത് കണക്ട് ചെയ്തിരിക്കുന്നത്. ഓക്കെ, ഇനി നമ്മൾ എന്താ പറയുന്നത്? Each ovary is covered by a thin epithelium. ഒരു ഓവറിനെ കവർ ചെയ്യാനായിട്ട് ഒരു തിൻ എപ്പിത്തീലിയൽ കവറിംഗ് ഉണ്ട്. ഒരു ഓവറിക്ക് ചുറ്റും ഒരു തിൻ എപ്പിത്തീലിയൽ കവറിംഗ് ഉണ്ട്. ഇനി ഓവറിയുടെ ഉള്ളിൽ എന്താണുള്ളത്? ഓവറിയൻ സ്ട്രോമയുണ്ട്. അതിൻ്റെ ടിഷ്യൂസുകളാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, പിന്നെന്താണ്, സ്ട്രോമ തന്നെ ഔട്ടർ ആണെങ്കിൽ അതിനെന്ത് പറയും? പെരിഫറൽ കോർട്ടെക്സ് എന്ന് പറയും. ഇന്നർ ആണെങ്കിൽ എന്ത് പറയും? മെഡുല്ല റീജിയൻ എന്ന് പറയും. ഓക്കെ, അപ്പോൾ ഔട്ടർ ആണെങ്കിൽ കോർട്ടെക്സ്, ഇന്നർ ആണെങ്കിൽ മെഡുല്ല റീജിയൻ. ഓക്കെ, ഇനി എന്താ വരുന്നത്? ഇനി താഴോട്ട് വരുമ്പോൾ ഓവിഡെക്റ്റ്, നമ്മൾ അസറി ഡെക്റ്റുകളുടെ കാര്യം പറഞ്ഞു അല്ലേ? അപ്പോൾ ഏതൊക്കെയാണ് ഫീമെയിലിൻ്റെ അസറി ഡെക്റ്റുകൾ? ഫെലോപ്പിൻ ട്യൂബ്, ദാറ്റ് ഇസ് ഓവിഡെക്റ്റ്, ഈ പറയുന്ന സ്ട്രക്ചറാണ് ഫെലോപ്പിൻ ട്യൂബ്. പിന്നെന്താണ്, യൂട്രസ്, അതൊരു സിംഗിൾ സ്ട്രക്ചർ ആണ് അല്ലേ? പിന്നെന്താണ്, വജൈന. ഇതൊക്കെയാണ് എന്തായിട്ട് പറയുന്നത്? അസറി ഡെക്റ്റുകൾ, ട്യൂബുകളാണ്. എല്ലാം ലീഡ് ചെയ്യുന്ന ഒരു ഭാഗമാണ് അല്ലേ? ഇതിൻ്റെയൊക്കെ ഒരു ഫങ്ഷനിങ് പല ഭാഗങ്ങളിലും ഇതിൻ്റെ ട്യൂബുകളുടെ ആവശ്യമുണ്ട് അല്ലേ? ഇനി എന്താണ്, ഈച്ച് ഫെലോപ്പിൻ ട്യൂബ് ഇസ് 10 to 12 സെൻറ്റിമീറ്റർ ലെങ്ത്. അപ്പോൾ ഈ ഫെലോപ്പിൻ ട്യൂബ് എന്ന് പറഞ്ഞ ഈ സ്ട്രക്ചർ എത്രയാണ്? 10 to 12 സെൻറ്റിമീറ്റർ ലെങ്ത്. എന്താണ് ഈച്ച് ഫെലോപ്പിൻ ട്യൂബ് എന്ന് പറയുന്നത്? 2 സൈഡിലുണ്ട് ഇല്ലേ? 2 സൈഡിൽ വരുന്നുണ്ട്, അതുകൊണ്ടാണ്. ഇനി എന്താ പറയുന്നത്? Each fallopian tube is 10 to 12 centimeter long, extends from the periphery of each ovary. ഇല്ലേ? ഈച്ച് ഓവറിയുടെ പെരിഫറി ഭാഗം തുടങ്ങി പിന്നെ അത് എവിടം വരെയാണ് വരുന്നത്? എവിടം വരെ ലീഡ് ചെയ്യുന്നത്? ടു ദ യൂട്രസ്. ഇത് യൂട്രസിലേക്ക് എടുക്കുന്ന ഭാഗമല്ലേ, ഈസ്തുമസിന്റെ ഭാഗം എൻഡിങ് വരുന്നത്. പാർട്ട് ക്ലോസർ ടു ദ ഓവറി ഇസ് ഫണൽ ഷേപ്ഡ് ഇൻഫെന്റിബുലം. അപ്പോൾ അവരെന്താ പറയുന്നത്? ഇനി ഈ സ്ട്രക്ചർ എടുക്കുമ്പോൾ ഇതിൽ അവർ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഓവറിയോട് ക്ലോസ്ഡ് ആയിട്ടുള്ള സ്ട്രക്ചറിനെ നമ്മൾ എന്ത് പറയും? ഇൻഫെന്റിബുലം. യൂട്രസിനോട് ക്ലോസ് ആയിട്ടുള്ള ഇസ്തുമസ്. അപ്പോൾ ഇൻഫെന്റിബുലത്തിന് ഫിംഗർ ലൈക്ക് ആയിട്ടുള്ള ഒരു സ്ട്രക്ചർ ഉണ്ട്, അതിനെ ഫിംബ്രിയ എന്ന് പറയും. അതെന്തിനാ? ഓവറിൽ നിന്ന് ഈ ഓവം റിലീസ് ചെയ്യില്ലേ, അല്ലെങ്കിൽ നമ്മൾ സെക്കൻഡറി യൂസ് ആയിട്ട് റിലീസ് ചെയ്യുന്ന പറയും. ഓവം എന്ന് പറയുമ്പോൾ കുറച്ചുകൂടി മെച്ചോർഡ് ആയിട്ടുള്ള സ്റ്റേജ് അല്ലേ? അത് സ്പെർം മീറ്റ് ചെയ്യുന്ന ടൈമിൽ നടക്കുന്ന ഒരു മിയോസിസ് കംപ്ലീറ്റ് ചെയ്യുമ്പോഴാണ്. അപ്പോൾ സെക്കൻഡറി യൂസ് ആയിട്ട് അത് നമ്മൾ പഠിക്കും. അത് റിലീസ് ചെയ്യുമ്പോൾ
അല്ലെങ്കിൽ ഫീമെയിൽ ഗെമേറ്റ് റിലീസ് ചെയ്യുമ്പോൾ അതിനെ ക്യാച്ച് ചെയ്യാൻ, അത് ഒരെണ്ണല്ലേ ഉണ്ടാവുന്നത് അറ്റ് എ ടൈം, ഓക്കെ, മെൻസ്ട്രൽ സൈക്കിൾ. അപ്പോൾ അതിനെ ക്യാച്ച് ചെയ്യാൻ വേണ്ടി ഇരിക്കുന്ന ഫിംഗർ ലൈക്ക് സ്ട്രക്ചറിനെയാണ് നമ്മൾ ഫിംബ്രി എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങോട്ട് നോക്കിയേ, ദ പാർട്ട് ക്ലോസർ ടു ദ ഓവർ ഈസ് ഫണൽ ഷേപ്ഡ് ഇൻഫന്റിബുലം. അതെ അതെ, പിന്നെന്താണ് ഫണൽ ഷേപ്ഡ് ആണെന്നാണ് പറയുന്നത്. പിന്നെന്താ, ദ എഡ്ജസ് ഓഫ് ഇൻഫന്റിബുലം ഇസ് ഫിംഗർ ലൈക്ക് പ്രൊജക്ഷൻസ് കോൾ ഫിംബ്രിയെ. അതെന്താണ്, കളക്ഷൻ ഓഫ് ഓവം, ഓവുലേഷന്റെ സമയത്ത് ആഫ്റ്റർ ഓവുലേഷൻ ഓവത്തിനെ കളക്ട് ചെയ്യുന്നുണ്ട്. ഇൻഫന്റിബുലം പിന്നെന്താണ്, കുറച്ചുകൂടി വൈഡർ ആയിട്ടുള്ള റീജിയൻ ആയിട്ടുള്ള ആംപ്യൂള്ളയിലേക്ക് പോകുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെന്താ പറയുന്നത്, ദാറ്റ് ഇസ് പാർട്ട് ഓഫ് ദ ഓവിഡക്ട്. ഓവിഡക്റ്റിന്റെ പാർട്ടാണെന്ന് അറിയാം ആംപ്യൂള. പിന്നെ ലാസ്റ്റ് പാർട്ട് എന്ന് പറയുന്നത് ഇസ്തുമസ് ആണ്. അത് കുറച്ചും കൂടി നാരോ ആയിട്ടുള്ള ലിംബനാണ്. അത് എവിടേക്കാണ് ജോയിൻ ചെയ്യുന്നത്, യൂട്രസിനോട്, അല്ലേ. നോക്കിയേ, അപ്പോൾ ഈ ഒരു ഭാഗം എടുത്ത് ഒന്നും കൂടി നോക്കുക, ഈ ഒരു ഭാഗം എടുത്ത് ഒന്നും കൂടി നോക്കുക. ഓവറി ഓവം റിലീസ് ചെയ്യുന്നു, ഫിംബ്രിയെ ഫിംഗർ ലൈക്ക് പ്രൊജക്ഷൻസ് ക്യാച്ച് ചെയ്യുന്നു, ഇൻഫന്റിബുലം ഫണൽ ഷേപ്ഡ് സ്ട്രക്ചർ ആണ്. അത് കഴിഞ്ഞ് അത് ആംബ്യൂള വൈഡർ റീജിയനിലേക്ക് കൊടുക്കുന്നു. പിന്നെ കുറച്ചുകൂടി നാരോ റീജിയൻ ആയിട്ടുള്ള ഇസ്തുമസിലേക്ക് പാസ് ചെയ്യുന്നു. അത് ഇങ്ങോട്ടോ പോകുന്നത് യൂട്രസിന്റെ ഭാഗത്തേക്കാണ്, അല്ലേ. അത് എങ്ങനെയാ യൂട്രസിന്റെ ഭാഗത്തേക്ക് അത് ലീഡ് ചെയ്യുന്നു എന്ന് തന്നെ പറയുള്ളൂ. ഇപ്പൊ അതിനെ പോകുന്ന കാര്യമില്ല, അത് വെയിറ്റ് ചെയ്യുന്നത് എവിടെയായിരിക്കും, അത് ആംബുലറി ഇസ്തമിക് ജംഗ്ഷനിലാണ് വെയിറ്റ് ചെയ്യുക, നമ്മുടെ മെയിൽ ഗമേറ്റിന് വേണ്ടി. ഓക്കെ, അപ്പോൾ ഇനി എന്താണ്, അത് ഫെർട്ടിലൈസേഷന്റെ ഭാഗം വരുമ്പോൾ നിങ്ങൾ പഠിക്കും. ദ ലാസ്റ്റ് പാർട്ട് ഓഫ് ദ ഓവിഡക്ട് ഇസ് ഇസ്തുമസ് ആൻഡ് ഹാസ് എ നാരോ ലുമൻ. നാരോ ലുമൻ ആണ്, അത് യൂട്രസിലോട്ട് ജോയിൻ ചെയ്യുന്നു. ഇനി യൂട്രസ് എന്ന് പറഞ്ഞ ഒരു സിംഗിൾ സ്ട്രക്ചർ ആണ്, അതിനെ വോംബ് എന്ന് പറയും നമ്മൾ. ഫീമെയിലിൽ നമ്മുടെ ഫീമെയിൽ ബേബിയുടെ ബെഡാണ്, അല്ലേ. അപ്പോൾ ഗ്രോ ചെയ്യുന്ന എംബ്രിയോണിക് ഡെവലപ്മെന്റ് ടൈമിൽ. അപ്പോൾ ദ ഷേപ്പ് ഓഫ് ദ യൂട്രസ് എന്ന് പറയുന്നത് എന്താണ്, ഒരു ഇൻവേർട്ടഡ് പിയർ ലൈക്ക്, അതൊരു ഫ്രൂട്ടിന്റെ ഷേപ്പിൽ പറയാം, തിരിച്ചിട്ട പോലെ ഇൻവേർട്ടഡ് പിയർ ലൈക്ക് സ്ട്രക്ചർ ആയിട്ടുള്ള ഒരു ഷേപ്പാണ്. പിന്നെന്താണ്, അത് സിംഗിൾ സ്ട്രക്ചർ ആണ്. അതിൻ്റെ ഈ മോൾ ഭാഗം ഫണ്ടസ് എന്ന് പറയും, അതിനുള്ളിൽ ഒരു ക്യാവിറ്റി ഉണ്ട്, യൂട്ടറിയൻ ക്യാവിറ്റി എന്ന് പറയും. ഓക്കെ, ഇനി എന്താ പറയുന്നത്, ഇറ്റ് ഇസ് സപ്പോർട്ടഡ്, അതും ലിഗമെന്റ്സ് വഴിയാണ് പെൽവിക് വോളിലോട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്നത്. യൂട്രസ് ഓപ്പൺസ് ഇൻ ടു വജൈന ത്രൂ എ നാരോ സെർവിക്സ്, അല്ലെ. യൂട്രസ് നേരിട്ട് വജൈനയിലേക്ക് വരുന്നുണ്ടില്ല, സെർവിക്സ് കഴിഞ്ഞിട്ടാണ് വജൈനയിലോട്ട് വരുന്നത്. സെർവിക്സിന്റെ റീജിയൻ കഴിഞ്ഞിട്ടാണ് വജൈനയുടെ റീജിയനിലേക്ക് വരുന്നത്. ഓക്കെ, അപ്പോൾ ഇനി സെർവിക്സിന്റെ നമ്മുടെ ഈ ഭാഗം, ദ ക്യാവിറ്റി ഓഫ് ദ സെർവിക്സ് നമ്മൾ എന്ത് പറയും, സെർവിക്കൽ കനാൽ, അല്ലെ. സെർവിക്സ് കഴിഞ്ഞ് അത് വജൈനയിലേക്ക് പോകുന്നുണ്ട്. അപ്പൊ ഈ ഭാഗത്തെ ക്യാവിറ്റിനെ എന്ത് പറയും, സെർവിക്കൽ കനാൽ, സെർവിക്കൽ കനാൽ. ഓക്കെ, അപ്പൊ ഈ പടം നോക്കിയാൽ ഈ പടത്തിൽ നമുക്ക് അത് കാണാൻ പറ്റുന്നുണ്ട്, ഇല്ലേ. സെർവിക്സ് വജനിലോട്ട് ലീഡ് ചെയ്യുന്ന ആ ഭാഗത്തെ കനാൽ നമ്മൾ എന്ത് പറയും, സെർവിക്കൽ കനാൽ. ഇനി അത് കഴിഞ്ഞിട്ട് എന്താ വരുന്നത്, ദ ക്യാവിറ്റി ഓഫ് ദ സെർവിക്സ് ഇസ് കോൾഡ് സെർവിക്കൽ കനാൽ വിച്ച് അലോങ് വിത്ത് ദ വജൈന. അത് വജൈനയോടൊപ്പം കൂടി ചേർന്ന് കഴിഞ്ഞാൽ എന്താവും, ബർത്തിന്റെ ടൈമിൽ അത് ബർത്ത് കനാൽ എന്ന് പറയും, അല്ലേ. അതിൽ കൂടെ അല്ലേ ബേബി പുറത്തേക്ക് വരുന്നത്. വാൾ ഓഫ് ദ യൂട്രസിന് 3 ലെയേഴ്സ് ഉണ്ട്. അതിനെന്താ പറയുന്നത്, നോക്കിയേ, വാൾ ഓഫ് ദ യൂട്രസ്, യൂട്രസിന്റെ വോളിലേക്ക് ശ്രദ്ധിക്കാനാണ് ഇനി പറയുന്നത്. നോക്കിയേ, വോളിലോട്ട് ശ്രദ്ധിക്കുക. ഇത് ഏറ്റവും ഔട്ടർ മോസ്റ്റ് ആയിട്ട് ഈ ഒരു ഭാഗം, ഔട്ടർ മോസ്റ്റ് ആയിട്ട് പെരിമെട്രിയം കാണുന്നുണ്ട്. മിഡിലായിട്ട് ഈ ഒരു ഭാഗത്ത് എന്ത് കാണുന്നുണ്ട്, മിയോമെട്രിയം കാണുന്നുണ്ട്. ഇനി അകത്ത് നമ്മുടെ ബ്ലീഡിംഗ് ഒക്കെ നടന്ന സമയത്ത് പോകുന്ന ഒരു ലെയറിന്റെ ഭാഗം എൻഡോമെട്രിയം. ഓക്കെ, അപ്പോൾ ഔട്ടർ പെരിമെട്രിയം, മിഡിൽ മിയോമെട്രിയം ആൻഡ് ഇന്നർ എൻഡോമെട്രിയം. അപ്പോൾ വോൾ ഓഫ് ദ യൂട്രസ് ഹാസ് 3 ലെയേഴ്സ്, 3 ലെയേഴ്സ് ഉണ്ട്. ദാറ്റ് ഈസ് എക്സ്റ്റേണൽ ലെയർ എങ്ങനെയായിരിക്കും, തിൻ ആൻഡ് മെംബ്രേനിയസ് ആയിരിക്കും. ഓക്കെ, എക്സ്റ്റേണൽ ലെയർ എന്താണ്, തിൻ ആൻഡ് മെംബ്രേനിയസ്. അപ്പൊ തിൻ എന്നുള്ള ഐ കിട്ടാനായിട്ട് ആലോചിക്കുക. പെരിമെട്രിയത്തിന്റെ അവിടെ ഐ ആണ് വരുന്നത്, അല്ലെ. തിൻ മെംബ്രേനിയസ് ലെയർ. ഓക്കെ, പിന്നെ മിഡിൽ തിക്ക് ലെയർ ഓഫ് സ്മൂത്ത് മസിൽസ്. അപ്പോൾ സ്മൂത്ത് മസിൽസുകളുടെ എന്താണ് പറയുന്നത്, അപ്പോൾ സ്മൂത്ത് മസിൽസ് ആണ് എം ഡിനോട്ട് ചെയ്യുന്നത്, മിയോമെട്രിയം. ഓക്കെ, അപ്പൊ മിഡിൽ ലെയർ കുറച്ച് തിക്കാണ്. ഇനി ഇന്നർ ഗ്ലാൻഡുലർ ലെയർ ആണ്. ഓക്കെ, ഗ്ലാൻഡുലർ ലെയർ ആണ്, അതിനെന്ത് പറയും, എൻഡോമെട്രിയം. കാരണം എന്താ, അതിന്റെ ഒരു ഭാഗമാണ് നമ്മുടെ പീരീഡ്സിന്റെ സമയത്ത് അതിന്റെ ഒരു പോർഷൻ ആണ് അത് പോരുന്നത്. ഓക്കെ, ദാറ്റ് ലൈൻസ് യൂട്ടറിൻ ക്യാവിറ്റിനെ ലൈൻ ചെയ്യുന്നു, അല്ലെ. അവിടെയല്ലേ വന്നത് ഇംപ്ലാന്റേഷൻ ഒക്കെ നടക്കുന്നത്. അപ്പം മനസ്സിലായി, പെരിമെട്രിയം എന്ന് പറയുന്നത് തിൻ മെംബ്രേനിയസ് ആണ്. സ്മൂത്ത് മസിൽസ് കൊണ്ട് ഉണ്ടാക്കിയിരിക്കുന്ന തിക്ക് ലെയർ ആയിട്ടുള്ള മിയോമെട്രിയം മിഡിലാണ്. പിന്നെ ഗ്ലാൻഡുലർ ലെയർ ഇന്നറിലാണ് എൻഡോമെട്രിയം, അതാണ് യൂട്ടറിൻ ക്യാവിറ്റിനെ ലൈൻ ചെയ്യുന്നത്. എൻഡോമെട്രിയം ആണ് നമ്മുടെ സൈക്ലിക് ചേഞ്ചസ് ഡ്യൂറിംഗ് മെൻസ്ട്രൽ സൈക്കിൾ നടക്കുന്നത്. മിയോമെട്രി എന്ത് ചെയ്യും, ആ സമയത്ത് സ്ട്രോങ് കോൺട്രാക്ഷൻസ് കൊടുക്കും. സ്ട്രോങ് കോൺട്രാക്ഷൻ കൊടുത്തിട്ട് എന്ത് ചെയ്യും, ഡെലിവറി ഓഫ് ദ ബേബിനെ സപ്പോർട്ട് ചെയ്യും. ഇനി ഇത്രയൊക്കെയാണ് നമ്മൾ പറഞ്ഞ അസ്രി ഡെക്റ്റുകളുടെ ഭാഗത്ത് വരുന്ന ഒരു റീജിയനും യൂട്രസിനെ പറ്റിയൊക്കെ നമ്മൾ പറഞ്ഞു. ഓക്കെ, ഇനി നമ്മൾ പറയുന്നത് എന്താണ്, എക്സ്റ്റേണൽ ജെനിറ്റാലിയ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഭാഗത്തിനെ പറ്റിയാണ് പറയുന്നത്. എക്സ്റ്റേണൽ ജെനിറ്റാലിയ, ഫീമെയിൽ എക്സ്റ്റേണൽ ജെനിറ്റാലിയ. അപ്പോൾ ഈ ഒരു ഭാഗത്തിലേക്ക് വരുമ്പോൾ ഇത് മനസ്സിലാക്കാനായിട്ട് വേറൊന്നുമില്ല, ഞാൻ പറഞ്ഞുതരാം. ഇറ്റ് ഇൻക്ലൂഡ്സ് മൺസ് പ്യൂബിസ്, ലേബിയ മെജോറ, ലേബിയ മൈനോറ, ഹൈമൻ ആൻഡ് ക്ലൈറ്റോറിസ്. എന്തെങ്കിലും മനസ്സിലായോ, ഇല്ല. അപ്പോൾ നമുക്ക് പടം വെച്ച് ഒരു ഐഡിയയിൽ പറഞ്ഞുതരാം. നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ ഈ പടം ഇല്ല, ബട്ട് സ്റ്റിൽ വി ക്യാൻ. നോക്കൂ, ഇങ്ങനെ ഒരു ഫീമെയിലിന്റെ ഭാഗത്ത്, അപ്പൊ അവരുടെ ഇവിടെ പ്യൂബിക് ഹെയർസ് വരുന്ന ഒരു റീജിയനെയാണ് നമ്മൾ പറയാറുണ്ട് മൺസ് പ്യൂബിസ്. ഇറ്റ്സ് എ ക്യൂഷൻ ഓഫ് ഫാറ്റി ടിഷ്യൂ കവേർഡ് ബൈ എന്താണ്, ഫാറ്റി ടിഷ്യൂസ് ആണ്. പിന്നെന്താണ്, അവിടെ എന്താണ്,
ഇതിപ്പോൾ നമ്മുടെ തൈസിൻ്റെ റീജിയൻ വരുന്നത്. അപ്പോൾ ഇവിടെയുള്ള ഈ ഒരു ഭാഗത്തെ പ്യൂബിക് ഹെയർ വരുന്ന റീജിയൻസിൻ്റെയാണ് ക്യൂഷൻ ഓഫ് ഫാറ്റി ടിഷ്യൂ കവർഡ് ബൈ സ്കിൻ ആൻഡ് പ്യൂബിക് ഹെയർ ആണ് നമ്മൾ മൺസ് പ്യൂബസ് എന്ന് പറഞ്ഞ റീജിയൻ വരുന്നത്. മൺസ് പ്യൂബസ്. ഓക്കെ, പിന്നെന്താ, and surround the labia majora, a fleshy folds of tissue which extends down from the mons pubis. Mons pubisന് താഴോട്ട് വരുമ്പോൾ ഇവിടെ ഒരു റീജിയൻ ഉണ്ട്, ഒരു ഫ്ലഷി ഫോൾസ് ഓഫ് സ്കിൻസിന്റെ റീജിയൻ. അതിന് നമ്മൾ എന്ത് പറയും? ലേബിയ മെജോറ. ഓക്കെ, ലേബിയ മെജോറ. ലേബിയ മെജോറ ഞാൻ ഷോർട്ട് ഫോമിൽ ഇട്ടതാണ്. ഫ്ലഷി ഫോൾസ് ഓഫ് ടിഷ്യൂ ആണ് വിച്ച് എക്സ്റ്റെൻസ് ഡൗൺ ഫ്രം ദ മൺസ് പ്യൂബസ് കഴിഞ്ഞിട്ട് വരുന്ന താഴോട്ട് വരുന്ന ഭാഗമാണ് ലേബിയ മെജോറ. ഓക്കെ, ആൻഡ് ആ ഒരു ഭാഗത്ത് വരുന്ന സ്കിന്നിന്റെ ഫ്ലഷി ഫോൾഡുകളാണ് വിച്ച് എക്സ്റ്റെൻസ് ഡൗൺ ഫ്രം ദ മൺസ് പ്യൂബസ് അറൗണ്ട് ദ വജൈനൽ ഓപ്പണിംഗ്. വജൈനൽ ഓപ്പണിംഗ് ഇപ്പോൾ ഈ ഒരു ഭാഗത്ത് വജൈനൽ ഓപ്പണിംഗ് ഉണ്ടെന്ന് നോക്കി, അതിനെ സറൗണ്ട് ചെയ്തിട്ടാണ് വരുന്നത്. പിന്നെന്താ പറയുന്നത്? ഇനി പറയുന്നത് which extends down the mons pubis around the vaginal opening and the labia minora pair folds of tissue under the labia majora. ഇനി ലേബിയ മെജോറയുടെ അണ്ടറിലായിട്ട് ആരുണ്ടെന്നാ പറയുന്നത്? ലേബിയ മൈനോറ ഉണ്ട്. ഓക്കെ, ലേബിയ മൈനോറ ഉണ്ട്. ലേബിയ മൈനോറ, ലേബിയ മെജോറയുടെ അണ്ടറിലായിട്ട് ലേബിയ മൈനോറ. നോക്കി, ഇതും ഒരു ഡബിൾ ഫോൾഡ്, മീൻസ് പെയർഡ് ഫോൾഡ് ഓഫ് ടിഷ്യൂ ആയിട്ടല്ലേ കാണുന്നത്. അതിനെന്ത് പറയും നമ്മൾ? ലേബിയ മൈനോറ. ഓക്കെ, ലേബിയ മൈനോറ എന്ന് പറയും. അണ്ടർ ദ ലേബിയ മെജോറ, അതെ ലേബിയ മെജോറയുടെ അണ്ടറിലാണ്. പിന്നെന്താ പറയുന്നത്? ഓപ്പണിംഗ് ഓഫ് ദ വെജൈന ഇസ് ഓഫ്റ്റൻ കവേർഡ് ബൈ പാർഷ്യലി. ഈ വെജൈനയുടെ ഓപ്പൺ ഒരു പാർഷ്യൽ മെംബ്രെയിൻ കവറിംഗ് ഉണ്ട്, ഹൈമൻ. അത് എപ്പോഴും ഉണ്ടാവണമെന്നില്ല, ചിലപ്പോൾ ടോണായി പോവാം. ഓക്കെ, പിന്നെന്താ? ക്ലൈറ്റോറിസ് ഇസ് എ ടൈനി ഫിംഗർ ലൈക്ക് സ്ട്രക്ചർ. പിന്നെ ഇനി ഇത് വന്ന് ജോയിൻ ചെയ്യുന്ന ഒരു ഭാഗമില്ലേ ലേബിയ മൈനോറകൾ, അവിടെ അതിന്റെ മുകളിലായിട്ട് എന്തുണ്ട്? ഒരു ക്ലൈറ്റോറിസ് ഫിംഗർ ലൈക്ക് സ്ട്രക്ചർ ഉണ്ട്. ദാറ്റ് ഇസ് ക്ലൈറ്റോറിസ് എന്ന് പറയും. ക്ലൈറ്റോറിസ്. ഓക്കെ, അപ്പോൾ ഒരു ഫിംഗർ ലൈക്ക് സ്ട്രക്ചർ വിച്ച് ഇസ് ലൈസ് അപ്പർ ജംഗ്ഷൻ ഓഫ് ടു ലേബിയ മൈനോറ. ലേബിയ മൈനോറിന്റെ അപ്പർ ജംഗ്ഷനിലായിട്ട് ഒരു ഫിംഗർ ലൈക്ക് സ്ട്രക്ചർ വരുന്നുണ്ട്. അബൌവ് ദി യൂറേത്രൽ ഓപ്പണിംഗ്. അപ്പോൾ എന്തായിരിക്കും? ഈ വെജൈനൽ ഓറിഫിസിന്റെ തൊട്ട് മുകളിലായിരിക്കും യൂറേത്രൽ ഓപ്പണിംഗ് വരുന്നത്. അതിന്റെ മുകളിലായിരിക്കും ക്ലൈറ്റോറിസിന്റെ ഫിംഗർ ലൈക്ക് സ്ട്രക്ചർ വരുന്നത്. ഓക്കെ, യൂറേത്രൽ ഓപ്പണിംഗ് കൂടെ യൂറിൻ വരും. അപ്പം ഇതാണ് വെജൈനയുടെ പുറത്തേക്ക് വരുന്ന ഒരു ഓപ്പണിംഗ് ഏരിയ. ഓക്കെ, അപ്പോൾ ദ ഹൈമൻ ഇസ് ഓഫ്റ്റൻ ടോൺ ഡ്യൂറിംഗ് ദ ഫസ്റ്റ് ക്വൈറ്റസ്. ഇന്റർകോഴ്സിന്റെ സമയത്ത് അല്ലെങ്കിൽ സെക്ഷൽ ആക്ടിവിറ്റിയുടെ സമയത്ത്, ക്വൈറ്റസ് എന്നൊക്കെ പറഞ്ഞതാണ് ഹൈമൻ, ഈ പാർഷ്യലി കവർ ചെയ്തേക്കുന്ന മെംബ്രെയിൻ, അത് ചിലപ്പോൾ എന്താണെന്നുണ്ട് ടോൺ ആയി പോകുന്നുണ്ട്. അതിന് അധികം കട്ടിയൊന്നുമില്ല, അപ്പോൾ ടോൺ ആയി പോവാം. ഹൗർ ഇറ്റ് ക്യാൻ ഓൾസോ ബി ബ്രോക്കൺ. അത് അങ്ങനെ മാത്രമാണോ ബ്രോക്കൺ ആവണേ? അല്ല, പെട്ടെന്നൊന്ന് വീണു അല്ലെങ്കിൽ സഡൻ ഫോളോ ജോട്ട് എന്നൊക്കെ പറയുന്നത് അതാണ്. പിന്നെ ഇൻസേർഷൻ ഓഫ് വെജൈനൽ ടാംഫോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? നമ്മുടെ മെൻസ്ട്രൽ കപ്പൊക്കെ പോലെ നമ്മുടെ മെൻസ്ട്രേഷൻ ആ ഒരു സമയത്ത് ബ്ലീഡൊക്കെ അബ്സോർബ് ചെയ്യുന്ന ഒരു മെറ്റീരിയൽ ആണ്. അപ്പോൾ അത് ആക്റ്റീവ് പാർട്ടിസിപ്പേഷൻ ഇൻ സം സ്പോർട്സ് ലൈക്ക് ഹോഴ്സ് ബാക്ക് റൈഡിങ്, അങ്ങനത്തെ വിഗോറസ് എക്സസൈസുകളൊക്കെ വരുമ്പോൾ, സൈക്ലിംഗ്. അപ്പോൾ ഇങ്ങനത്തെ ടൈമിലൊക്കെ എന്ത് വരുന്നുണ്ട്? ഈ ടൈമിലെല്ലാം അതിന് എന്ത് പറയാം? അത് ബ്രോക്കൺ ആവാൻ ചാൻസ് ഉണ്ട്. ഇനി എന്താ പറയുന്നത്? അല്ലെങ്കിൽ അത് ടോൺ ആവാനുള്ള ചാൻസ് ഉണ്ട്. ബ്രോക്കൺ ടോൺ ഓർ ബ്രോക്കൺ വാട്ട് എവർ. ഇൻ സം വുമൻ ദ ഹൈമൻ പെർസിസ്റ്റ് ഈവൻ. ഇനി ചിലവരിൽ ക്വൈറ്റസ് കഴിഞ്ഞാലും അത് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട് ഈവൻ ആഫ്റ്റർ ദ ക്വൈറ്റസ്. അപ്പോൾ ഇൻ ഫാക്ട് ദ പ്രസൻസ് ഓർ അല്ലെങ്കിൽ ആബ്സെൻസ് ഓഫ് ഹൈമൻ എന്ന് പറയുന്നത് ഇസ് നോട്ട് എ റിലയബിൾ ഇൻഡിക്കേറ്റർ ഓഫ് വെർജിനിറ്റി ഓർ സെക്ഷൽ എക്സ്പീരിയൻസ്. ഒരു സ്ത്രീക്ക് സെക്ഷൽ എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നു എന്ന് കാണിക്കാനുള്ള ഒരു ഇൻഡിക്കേറ്റർ ഒന്നും അല്ല. അത് ചിലപ്പോൾ അവിടെ ഉണ്ടാവും അതിന്റെ ആക്ടിവിറ്റി കഴിഞ്ഞ് കഴിഞ്ഞാലും, അല്ലെങ്കിൽ ചിലപ്പോൾ അത് ഒരു എക്സസൈസിന്റെ ഭാഗമായി ൊക്കെ പോവാം. അപ്പൊ അങ്ങനെ അത് ഇറ്റ് ഇസ് എൻ ഇൻഡിക്കേറ്റർ ഓഫ് പ്രഗ്നൻസി ഓർ വെർജിനിറ്റി എന്നൊന്നും പറയാൻ, ഐ മീൻ സെക്ഷൽ എക്സ്പീരിയൻസിന്റെയോ അല്ലെങ്കിൽ ഒരു സെക്ഷൽ ആക്ടിവിറ്റി ആ കുട്ടി നടത്തി എന്ന് പറയാനോ അല്ലെങ്കിൽ ആ ഒരു ഇൻഡിവിജ്വൽ നടത്തി എന്ന് പറയാനോ വെർജിനിറ്റിയുടെ എക്സ്പീരിയൻസ് ആയിട്ട് അത് എടുക്കാൻ പറ്റില്ല. ബിക്കോസ് എക്സസൈസിന്റെ സമയത്ത് അത് പോകുന്നുണ്ട്. വല്ല വെജൈനൽ മെൻസ്ട്രൽ കപ്പുകളൊക്കെ ഇൻസേർട്ട് ചെയ്യുമ്പോഴും അത് ടോണായി പോവാറുണ്ട്. സോ ഇറ്റ് കനോട്ട് ബി കൺസിഡേർഡ് ആസ് എൻ ഇൻഡിക്കേറ്റർ ഓഫ് സെക്ഷൽ എക്സ്പീരിയൻസ്. ആൻഡ് ഇനി നമ്മൾ പറയുന്നത് മാമറി ഗ്ലാൻഡുകളെ കുറിച്ചാണ്. ഓക്കെ, മാമറി ഗ്ലാൻഡ്. അപ്പോൾ എന്താണ്? നമുക്കറിയാം, നമുക്ക് ഒരു പെയർഡ് ആയിട്ടുള്ള ബ്രസ്റ്റ് സ്ട്രക്ചർ ഉണ്ട്, മിൽക്ക് സെക്രീറ്റ് ചെയ്യാനാണ്. അതിനെന്താണ് വരുന്നത്? ഇവിടെ ഒരു ഫാറ്റുകൾ വരുന്നുണ്ട്, ഫാറ്റി റീജിയൻസ് വരുന്നുണ്ട്. പിന്നെന്താണ്? ഇനി ഇവിടെ നോക്കൂ, ഇവിടെ ഒരു മാമറി ലോബുകൾ ഉണ്ട്. അതിൻ്റെ ഉള്ളിൽ എന്താണ്? മാമറി അൽവിയോളസ് ഉണ്ട്, അതിൻ്റെ ഉള്ളിലാണ് പാലുണ്ടാവുന്നത്. പിന്നെന്താണ്? അതിൽ നിന്ന് ഒരു ഡെക്റ്റ് പോകുന്നുണ്ട്. ആ ഡെക്റ്റിന് നമ്മൾ എന്ത് പറയും? മാമറി ഡെക്റ്റുകൾ എന്ന് പറയും. ഓക്കെ, അത് കഴിഞ്ഞാൽ എന്താവും? അത് വലിയൊരു ഭാഗത്തിലേക്ക് പോകുന്നുണ്ട് ട്യൂബിന്റെ. അതിന് ആംബ്യൂള, വൈഡർ റീജിയൻ ആയിട്ട് ആംബ്യൂള എന്ന് പറയും. പിന്നെ അതെല്ലാം കൂടി കൺവേർട്ട് ചെയ്തൊരു ട്യൂബിലേക്ക് പോകുന്നുണ്ട്, ലാക്ടിഫറസ് ഡക്റ്റ് എന്ന് പറയും. പിന്നെ ആ ഒരു ഭാഗത്താണ് നിപ്പിൾ സക്ക് ചെയ്യുന്നത് ബേബി. ഓക്കെ, പിന്നെന്താണ്? അവിടുത്തെ സ്കിന്ന് കുറച്ച് ഡാർക്കൺ ആയിരിക്കും, അതിന് അരിയോളാർ റീജിയൻ എന്ന് പറയും. പിന്നെ ഇവിടെ എന്താണ്? എന്തായാലും മുകളിലത്തെ ഭാഗമാണ് അല്ലേ നമ്മുടെ ഷോൾഡറിന്റെ ഒക്കെ വരുന്നത്. അപ്പോൾ അവിടെ റിബിന്റെ ഭാഗത്തിന്റെ ഉണ്ടാവും, മസിൽസ് അതിൻ്റെ ഇടയിൽ കാണുന്നത് ഉണ്ടാവും. പിന്നെ പെക്ടോറാലിസ് മേജർ മസിൽസുകളൊക്കെ ഉണ്ടാവും. നമ്മൾ താഴെ പെൽവിക്കിന്റെ റീജിയൻ, അതുമാതിരി സ്കെൽറ്റൽ സിസ്റ്റത്തിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ? ഓക്കെ, അപ്പോൾ നമ്മൾ ഇനി ഡയഗ്രമാറ്റിക് സെക്ഷണൽ വ്യൂ ഓഫ് മാമറി ഗ്ലാൻഡ് കണ്ടു. ഇനി അതിന്റെ ഭാഗം ഒന്ന് വായിച്ചാലോ?
That is, a functional mammary gland is characteristic of female mammals. Female mammals എന്ത് വേണം? ഫങ്ഷണൽ ആയിട്ടുള്ള മാമറി ഗ്ലാൻഡ് വേണം. എന്നാൽ മിൽക്ക് സെക്രീറ്റ് ചെയ്യണം അല്ലേ? ദ മാമറി ഗ്ലാൻഡ് അപ്പോൾ ലാക്ടേഷൻ്റെ സമയത്ത് മിൽക്ക് ഒക്കെ സെക്രീറ്റ് ചെയ്യണം, ഫങ്ഷണൽ ആയിരിക്കണം. ആൻഡ് ദ മാമറി ഗ്ലാൻഡ്സ് ആ പെയർഡ് സ്ട്രക്ചേഴ്സ് ആണ്. ബ്രസ്റ്റ് എന്ന് പറയുന്നത് കണ്ടെയ്ൻ എന്താണ്? ഗ്ലാൻഡുലർ ടിഷ്യൂസ് ആണ്. കുറേ എമൗണ്ട് ഓഫ് ഫാറ്റുകൾ നമ്മൾ കണ്ടിരുന്നു ഇല്ലേ? ദ ഗ്ലാൻഡുലർ ടിഷ്യൂസ് ഓഫ് ഈച്ച് ബ്രസ്റ്റ് ഇസ് ഡിവൈഡഡ് ടു. അപ്പോൾ എന്താണ് ഈ ഗ്ലാൻഡുലർ ടിഷ്യൂസ് ഓഫ് ബ്രസ്റ്റിൽ നമ്മൾ കുറേ ലോബുകൾ കാണാൻ പറ്റും. ആ ലോബിൻ്റെ ഉള്ളിലൊക്കെ എന്തായിരിക്കും? അൽവിയോളസുകൾ ഉണ്ടാവും. അൽവിയോളസുകൾ ഉണ്ട്. അപ്പോൾ 15 to 20 മാമറി ലോബുകൾ ഉണ്ട് കേട്ടോ ഒരു ബ്രസ്റ്റിൽ. കണ്ടെയ്നിങ് ക്ലസ്റ്റേഴ്സ് ഓഫ് സെൽസ് കോൾഡ് എന്താണ്? അൽവിയോളൈ ഉണ്ട്. അതിനുള്ളിൽ എന്താണ് സെക്രീറ്റ് ചെയ്യുക? മിൽക്ക് സെക്രീറ്റ് ചെയ്യും. വിച്ച് സ്റ്റോർഡ് ഇൻ ദ ക്യാവിറ്റീസ്. ആ അൽവിയോളയുടെ ലുമനിനുള്ളിൽ മിൽക്ക് ഉണ്ടാവും. ലുമൻ എന്ന് പറഞ്ഞാൽ അതിന്റെ ക്യാവിറ്റി. ഓക്കെ, അപ്പോൾ അൽവിയോള ഓപ്പൺ ടു മാമറി ട്യൂബ്യൂൾസ്. അൽവിയോള എന്തിനേയും ഒരു ട്യൂബുകളിലേക്ക് വരും, ഓപ്പൺ ചെയ്യും. അതിനെന്ത് പറയും? മാമറി ട്യൂബ്യൂൾസ് എന്ന് പറയും. ഓക്കെ, മാമറി ട്യൂബ്യൂൾസ് ഓഫ് ഈച്ച് ജോയിൻ ടു ഫോം മാമറി ഡക്റ്റുകൾ. ഇതെന്ത് ചെയ്യും? അത് ജോയിൻ ചെയ്തിട്ട് എന്താവും? ഡക്റ്റുകൾ ഫോം ചെയ്യും. പിന്നെ കുറച്ചും കൂടി വൈഡർ ആയിട്ട് അതൊരു വേറൊരു ഏരിയയിലേക്ക് പോയി എന്ത് പറയും? മാമറി ആംപ്യൂള എന്ന് പറയും. ഓക്കെ, വിച്ച് ഇസ് കണക്റ്റഡ് ടു ലാക്ടിഫറസ് ഡക്റ്റ്. പിന്നെ അതെന്താവും? അങ്ങനെ കുറേ ആംപ്യുലർ റീജിയനിലൊക്കെ കൂടി അതെല്ലാം കൂടി വന്നിട്ട് എന്താവും? ഒരു ലാക്ടിഫറസ് ഡക്റ്റ് വേറൊരു ട്യൂബിലോട്ട് കൺവേർട്ട് ചെയ്യും. അതിനെന്ത് പറയും? ലാക്ടിഫറസ് ഡക്റ്റ് ഓപ്പൺസ് അറ്റ് ദ നിപ്പിളിന്റെ ഭാഗത്ത് വെർ മിൽക്ക് ഇസ് എക്സ്പ്രസ് ഡ്യൂറിംഗ് ബ്രസ്റ്റ് ഫീഡിംഗ്. ബ്രസ്റ്റിന്റെ സമയത്ത് മിൽക്ക് പുറത്തേക്ക് വരുന്നു. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഇതിന്റെ വരുന്നത്. അപ്പോൾ നമ്മുടെ ഇതിന്റെ പാത്വേ എങ്ങനെയായിരിക്കും? പാത്വേ നമ്മൾ എടുക്കുമ്പോൾ മാമറി ഗ്ലാൻഡ് എടുക്കുമ്പോൾ എന്താണ്? മാമറി ഗ്ലാൻഡിൻ്റെ എടുക്കുമ്പോൾ ഗ്ലാൻഡുലർ ടിഷ്യൂസ് ഓഫ് മാമറി ലോബ് എന്ന് നമ്മൾ പറഞ്ഞു. മാമറി ലോബിൻ്റെ ഉള്ളിൽ എന്താണ്? അൽവിയോള ഉണ്ട്. ഓക്കെ, അൽവിയോളയിൽ നിന്ന് മിൽക്ക് സെക്രീറ്റ് ചെയ്ത് കഴിയുമ്പോൾ അത് എങ്ങോട്ടാണ് പോകുന്നത്? അത് മാമറി ആദ്യം കുഞ്ഞു ട്യൂബുകളിലേക്ക് അത് വരും, മാമറി ട്യൂബ്യൂൾസിലേക്ക് വരും. പിന്നെ അത് ആ ട്യൂബുകളൊക്കെ കൂടി ചേർന്ന് വേറെ എന്ത് ട്യൂബാവും? മാമറി ഡക്റ്റിലോട്ട് പോവും. ഓക്കെ, കുറച്ചുകൂടി വലിയ ട്യൂബാവും. പിന്നെ വൈഡർ ആയിട്ടുള്ള ഇതായിട്ട് ഓരോ ലോബിൻ്റെയും ജോയിൻ ചെയ്യുന്നത് മാമറി ഡക്റ്റിലോട്ടാണ്. പിന്നെ വൈഡർ ആയിട്ടുള്ള വേറെ ഏതൊരു ഭാഗം വരുന്നുണ്ട്? മാമറി ആംപ്യൂളയിലോട്ട് പോവും. ഓക്കെ, മാമറി ആംപ്യൂള. പിന്നെന്താണ് വരുന്നത്? ഇത് കഴിഞ്ഞിട്ടാണ് പിന്നെ അത് കണക്ട് ചെയ്യുന്നത് ലാക്ടിഫറസ് ഡക്റ്റിലോട്ട് കണക്ട് ചെയ്യുന്നുണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ടാണ് എന്ത്? നിപ്പിളിലോട്ട് വരുന്നത്. പിന്നെന്താണ്? ആ ഒരു ഏരിയയിലുള്ള സ്കിൻ്റെ ഭാഗം അരിയോള എന്ന് നമ്മൾ പറയും. അവിടെ മിൽക്ക് സെക്രീഷൻ സക്ക് ചെയ്യുമ്പോൾ പുറത്തേക്ക് വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇത്രയും സ്ട്രക്ചേഴ്സ് നിങ്ങൾ നോക്കണം. ഇനി നമ്മൾ നോക്കുന്നത് അതിനൊന്ന് ക്വിക്ക് റിവിഷൻ നമുക്ക് ചെയ്യാൻ ഒരു പടം കൂടി നമ്മൾ നോക്കാനുണ്ടായിരുന്നു മുകളിൽ. ദാറ്റ് ഈസ് ഈ പടം നോക്കുമ്പോൾ ഇതിൽ നിന്ന് എന്താ മനസ്സിലാവുന്നത്? നമ്മൾ മെയിൽ റിപ്പോർട്ടിംഗ് സിസ്റ്റത്തിൽ കണ്ട പോലെ തന്നെ ഫീമെയിൽ റിപ്പോർട്ടിംഗ് സിസ്റ്റത്തിൻ്റെ ഭാഗങ്ങളൊക്കെ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇതെന്തായാലും നമുക്കറിയാം. ഇവിടെ ഫീക്കൽ മാറ്റർ റെക്റ്റമാണ്, ഇവിടുന്ന് ഏനസ് അതിൻ്റെ ഓപ്പണിംഗ് ആണ്. പിന്നെന്താണ്? ഇത് യൂട്രസിൻ്റെ ഭാഗമാണ് കാണിക്കുന്നത്. അപ്പോൾ അതിലെന്തുണ്ട്? അതിൻ്റെ യൂട്രസിൻ്റെ ഭാഗത്തിൻ്റെ അതിൻ്റെ സെർവിക്സിൻ്റെ ഭാഗം, യൂട്രസിൻ്റെ ഭാഗം കഴിഞ്ഞു. പിന്നെ ഇവിടെ സെർവിക്സ്, പിന്നെ അതിൻ്റെ ഇവിടെ നിന്ന് വരുന്നത് വെജൈന, പിന്നെ അതിൻ്റെ ഓപ്പണിംഗ് നമ്മളിവിടെ പറഞ്ഞിരുന്നു വെജൈനൽ ഓറിഫേസ് എന്ന് പറയും. പിന്നെ അതിന് ചുറ്റുമായിട്ട് എന്തുണ്ട്? ഒരു പെയർഡ് ഫോൾസ് ഓഫ് ടിഷ്യൂ ഉണ്ട്, അതിനെ ലേബിയ മൈനോറ എന്ന് പറയും. പിന്നെ അതിന് ചുറ്റുമായിട്ടുള്ള വേറെ വലിയ ഫാറ്റി ഫോൾസ് ഓഫ് ടിഷ്യൂ നമ്മൾ എന്ത് പറയും? ലേബിയ മെജോറ എന്ന് പറയും. പിന്നെ ഈ ലേബിയ മൈനോറകൾ രണ്ടും കൂടി ചേരുന്ന ഭാഗത്ത് ഒരു ഫിംഗർ ലൈക്ക് പ്രൊജക്ഷൻ ഉണ്ട്, അതിന് നമ്മൾ ക്ലൈറ്റോറിസ് എന്ന് പറയും. ഓക്കെ, അപ്പം ഇത് പ്യൂബിക് സിംഫസ് എന്ന് പറഞ്ഞാൽ രണ്ട് പെൽവിക് ഗേർഡുകളിലൂടെ ജോയിൻ ചെയ്യിപ്പിക്കുന്ന ആ ഒരു ഏരിയ, അവിടെയാണ് നമ്മുടെ ഒരു ബർത്തിൻ്റെ ഒക്കെ സമയത്ത് അവിടുത്തെ ആ ഭാഗമാണ് റിലാക്സ് ചെയ്തിട്ട് കുറച്ചുകൂടി വൈഡൻ ചെയ്യുന്നത് ആ ഒരു ഓപ്പണിങ്ങിനെ. ഓക്കെ, വെജൈനലിൻ്റെ ബർത്തിൻ്റെ സമയത്തൊക്കെ. ഇനി എന്താ പറയുന്നത്? യൂറിനറി ബ്ലാഡർ, ഇവിടെ യൂറിൻ വന്ന് നിറയുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇവിടെ അത് യുറേത്രലിൽ വന്നിട്ട് ഓപ്പൺ ചെയ്തിട്ട് യുറേത്രൽ ഇവിടെ ഓപ്പണിങ് വരുന്നുണ്ട്. ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു പടത്തിലും പറയാനുള്ളത്. ഇനി നമുക്കൊരു ക്വിക്ക് റിവിഷനിൽ ഇത് എൻഡ് ചെയ്യാം. ഓക്കെ, ഫീമെയിൽ റിപ്രൊഡക്റ്റീവ് സിസ്റ്റം. അപ്പോൾ ഫീമെയിൽ റിപ്രൊഡക്റ്റീവ് സിസ്റ്റം കൺസിസ്റ്റ് ചെയ്യുന്നത് പെയർ ഓഫ് ഓവറീസ് ഉണ്ടെന്ന് മനസ്സിലായി. ഓവിഡക്റ്റ് ഉണ്ട്, യൂട്രസ് ഉണ്ട്, സെർവിക്സ് ഉണ്ട്, വജൈന, എക്സ്റ്റേണൽ ജെന്റാലിയ. പിന്നെന്താണ്? ഇതിൽ പെൽവിക് റീജിയനിലാണ് ഇവർ കാണുന്നത്. പിന്നെന്താ? ദീസ് പാർട്സ് ഓഫ് ദ സിസ്റ്റം അലോങ് വിത്ത് എ പെയർ ഓഫ് മാമറി ഗ്ലാൻഡ് കൂടി ചേർന്നാണ് ഇവരെല്ലാ ഫംഗ്ഷൻസുകളും നടത്തുന്നത്. ഓവറി എന്ന് പറഞ്ഞാൽ പ്രൈമറി ഫീമെയിൽ സെക്സ് ഓർഗൺ ആണ്. അത് ഓവും പ്രൊഡ്യൂസ് ചെയ്യും. പിന്നെന്താണ്? ഓവറിൻ ഹോർമോൺസ്, ഈസ്ട്രോജൻ ഒക്കെ പ്രൊഡ്യൂസ് ചെയ്യും, നമ്മൾ കണ്ടിട്ടുണ്ട് അല്ലേ? അപ്പോൾ ഓവറീസ് ആർ ലൊക്കേറ്റഡ് ഓൺ ഈച്ച് സൈഡ് ഓഫ് ദ ലോവർ അബ്ഡോമൻ. അപ്പോൾ ഓരോന്ന് വിധം ലെഫ്റ്റ് ആൻഡ് റൈറ്റ് ഓവറി ഉണ്ട്. 2 to 4 cm ഇൻ ലെങ്ത് ആണ്. പെൽവിക് വോളും യൂട്രസിനോട് കണക്ട് ചെയ്യുന്നത് ലിഗമെന്റ്സ് വഴിയാണ്. പിന്നെ അതിന് ഈച്ച് ഓവറിനെ കവർ ചെയ്തൊരു തിൻ എപ്പിത്തീലിയം ഉണ്ട്. പിന്നെ ഓവറിയുടെ ഉള്ളിൽ ഓവറിൻ സ്ട്രോമ, അതിന്റെ ടിഷ്യൂസിനെ പറയുന്നതാണ്. അതിന്റെ പെരിഫറൽ റീജിയനെ കോർട്ടെക്സ് എന്നും ഇന്നർ റീജിയനെ മെഡുല എന്നും പറയും.
പിന്നെന്താ പറയുന്നത്, നമ്മുടെ ഓവിഡക്ട്, ഫെലോപ്പിയൻ ട്യൂബും പിന്നെ യൂട്രസും, യൂട്രസ് സിംഗിൾ ആയിട്ടുള്ള സ്ട്രക്ചർ ആണ് അല്ലേ, വെജൈന, ഇതെല്ലാം കൂടി ചേർന്നാണ് ആക്സസറി ഡക്റ്റുകളാണ് ഉണ്ടാവുന്നത്. 10 to 12 സെന്റിമീറ്റർ ആണ് നമ്മുടെ ഫെലോപ്പിയൻ ട്യൂബ്. അതിന് ഒരു ഫണൽ ഷേപ്ഡ് ആയിട്ടുള്ള ഇൻഫൻഡിബുലം ഭാഗമുണ്ട്. അതിന് ഫിംഗർ ലൈക്ക് പ്രൊജക്ഷൻസ് കോൾഡ് എന്തുണ്ട്, ഫിംബ്രിയ ഉണ്ട്. പിന്നെന്താണ്, അത് ഓവം കളക്ട് ചെയ്യും ഓവുലേഷൻ കഴിഞ്ഞ് കഴിയുമ്പോൾ. പിന്നെ അത് അടുത്ത വൈഡർ റീജിയൻ ആംബ്യുല, പിന്നെ നാരോ റീജിയൻ ഇസ്തുമസ്. പിന്നെന്താ, ഇതെല്ലാം കഴിഞ്ഞ് നമ്മൾ യൂട്രസിന്റെ ഭാഗം വന്നു, അത് സിംഗിൾ ആണ്, ഒരു വോംപ് എന്ന് നമ്മൾ പറയും. അതും ലിഗമെന്റ്സ് വഴിയാണ് സപ്പോർട്ട് ചെയ്യുന്ന പെൽവിക് വാളിലോട്ട്. ഇൻവേർട്ടഡ് പിയർ ഷേപ്പ് ആണ്. പിന്നെ യൂട്രസ് ഓപ്പൺ ചെയ്യുന്നത് വജൈനിലേക്ക് എങ്ങനെയാണ്, സർവിക്സ് ത്രൂ ആണ്. പിന്നെ സെർവിക്സിന്റെ ക്യാവിറ്റിയും അതേമാതിരി അതിനെ നമ്മൾ സെർവിക്കൽ കനാൽ എന്ന് പറയും. അത് വിത്ത് വജൈന ഫോംസ് ബർത്ത് കനാൽ ഡെലിവറിയുടെ സമയത്ത്. അപ്പോൾ വോൾ ഓഫ് യൂട്രസിന് 3 ലെയർ ഉണ്ട്. ഔട്ടർ പെരിമെട്രിയം, അതെങ്ങനെയായിരിക്കും, തിൻ ആൻഡ് മെംബ്രേനിയസ് ആയിരിക്കും. മിഡിൽ മിയോമെട്രിയം, എം വെച്ചിട്ട് മസിൽസിനെ സ്റ്റാർട്ട് ചെയ്യുക. അപ്പോൾ മസ്കുലർ ആണ് അത്, ഓക്കെ, മസിൽസ് സ്മൂത്ത് മസിൽസുകളാണ്. തിക്ക് ലെയർ ഓഫ് സ്മൂത്ത് മസിൽസ്, ഓക്കെ. പിന്നെ ഗ്ലാൻഡുലർ ലെയർ ഏതാ, ഇന്നർ എൻഡോമെട്രിയം, അതാണ് സൈക്ലിക് ചേഞ്ചസ് ഡ്യൂറിംഗ് മെൻസ്ട്രൽ സൈക്കിൾ വന്നിട്ട് ഷെഡിങ് ഓഫ് ചെയ്യുന്നത്. പിന്നെ മെയോമെട്രിയം സ്ട്രോങ് കോൺട്രാക്ഷൻ ഒക്കെ നടത്തും ഡെലിവറി ഓഫ് ബേബിയുടെ ടൈമിലും. ആ സ്ട്രോങ് കോൺട്രാക്ഷൻ നമ്മൾ പറയാറുണ്ട് അല്ലേ. അപ്പോൾ ആ മസിലുകളാണ് കോൺട്രാക്ട് ചെയ്യുന്നത്. ഇനി ഫീമെയിൽ എക്സ്റ്റേണൽ ജെനിറ്റാലിയയിൽ മൺസ് പ്യൂബസ് ഉണ്ട്. അത് എന്താണ്, ഫ്ലഷി ഫോൾസ് ഓഫ് സ്കിൻ വിത്ത് പ്യൂബിക് ഹെയർ ഒക്കെ ഉള്ളതാണ്. പിന്നെ അതിന് എന്താണ് പറയുന്നത്, ക്യൂഷൻ ഓഫ് ഫാറ്റി ടിഷ്യൂ, ഓക്കെ, ക്യൂഷൻ ഓഫ് ഫാറ്റി ടിഷ്യൂ, ഫ്ലഷി ഫോൾസ് ഓഫ് ടിഷ്യൂ വരുന്നത് ലേബിയ മെജോറയുടെ ഭാഗം നമ്മൾ പറഞ്ഞു. ഇതെന്താണ്, ക്യൂഷൻ ഓഫ് ഫാറ്റി ടിഷ്യൂ വിത്ത് പ്യൂബിക് ഹെയർസ്, ഓക്കെ, സ്കിൻ ആൻഡ് പ്യൂബിക് ഹെയർ ആണ് ഫാറ്റി ടിഷ്യൂ, ഓക്കെ. ഇനി ഫ്ലഷി ഫോൾസ് ഓഫ് ടിഷ്യൂ വരുന്നത് രണ്ട് ഭാഗത്ത് ഏതാണ്, ലേബിയ മെജോറ. ഇനി അതിന്റെ അണ്ടറിലായിട്ട് ലേബിയ മൈനോറ വരുന്നുണ്ട്, പെയർ ഫോൾസ് ഓഫ് ടിഷ്യൂ, ഓക്കെ, അണ്ടർ ലേബിയ മെജോറ. ഓപ്പണിംഗ് ഓഫ് വെജൈനെ കവർ ചെയ്യുന്ന ഒരു പാർഷ്യൽ മെംബ്രെയിൻ ഉണ്ട്, അതിനെ ഹൈമൻ എന്ന് പറയും. പിന്നെ നമ്മൾ എന്താ പറഞ്ഞത്, അതിന് മുകളിലായിട്ട് എന്താ നമ്മുടെ യുറേത്രൽ ഓപ്പണിങ്ങിന്റെ ഭാഗം വരുന്നുണ്ട്. അതിന്റെ മുകളിൽ ഈ ലേബിയ മൈനോറുള്ള നമ്മൾ കൂട്ടിമുട്ടുന്ന ഭാഗത്തിനെ നമ്മൾ എന്ത് പറയും, ക്ലൈറ്റോറസ് റീജിയൻ എന്ന് പറയും. ഇനി ഫിംഗർ ലൈക്ക് സ്ട്രക്ചർ ആണ്. പിന്നെ നമ്മളത് ഹൈമൻ ഓഫ്റ്റൻ ടോൺ ഡ്യൂറിംഗ് ദ ഫസ്റ്റ് ക്വൈറ്റസ് ഇന്റർകോഴ്സിന്റെ സമയത്ത്, അത് പക്ഷേ എക്സസൈസിന്റെ സമയത്തും പോകുന്നുണ്ട്. മെൻസ്ട്രൽ കപ്പ്, ടാംഫൻ ഇതൊക്കെ ഇൻസേർട്ട് ചെയ്യുമ്പോഴും പോകുന്നുണ്ട്. സോ ഇറ്റ് കനോട്ട് ബി റിലയബിൾ ഇൻഡിക്കേറ്റർ ഓഫ് വെർജിനിറ്റി ഓർ സെക്ഷൽ എക്സ്പീരിയൻസ്. പിന്നെ നമ്മൾ എന്ത് പറഞ്ഞു, നമ്മൾ ഈ ഒരു ഫങ്ഷണൽ മാമറി ഗ്ലാൻഡിന്റെ ഭാഗം പറഞ്ഞപ്പോൾ എന്തായി, 15 to 20 ഇങ്ങനത്തെ ലോബ്സുകൾ ഉണ്ടെന്ന് മനസ്സിലായി. അത് കഴിഞ്ഞിട്ട് എന്താണ്, അതിൻ്റെ ഉള്ളിൽ ആൽവിയോളേസ് ഉണ്ട്. ആൽവിയോളയുടെ ഉള്ളിൽ എന്തുണ്ട്, ലുമെനിലാണ് മിൽക്ക് സെക്രീറ്റ് ചെയ്യുന്നത്. അത് അവിടെ നിന്ന് ട്യൂബ്, കുഞ്ഞു കുഞ്ഞു ട്യൂബുകൾ നമ്മളെന്ത് പറയും, മാമറി ട്യൂബ്യൂൾസ് എന്ന് പറയും. അത് എങ്ങോട്ടാണ് ജോയിൻ ചെയ്യുന്നത്, ഡെക്ലോട്ട് ജോയിൻ ചെയ്യും. പിന്നെ കുറച്ചുകൂടി വൈഡർ ഏരിയ വരുമ്പോൾ അതിന് നമ്മൾ മാമറി ആംബ്യൂള എന്ന് പറയും. പിന്നെ അത് വന്നിട്ട് ഈ ഒരു ഭാഗത്തേക്ക് എത്തുമ്പോൾ ആക്ടിഫറസ് ഡെക്ട് എന്ന് പറയും. പിന്നെ നിപ്പിൾ, ബേബി സക്ക് ചെയ്യുന്നത് ഇവിടുത്തെ സ്കിന്നിൻ്റെ റീജിയൻ, അറിയോള ഡാർക്ക് ആയിട്ടുള്ള റീജിയൻ ആയതുകൊണ്ട്. പിന്നെ ഈ സ്ട്രക്ചറുകളൊക്കെ ഈ ഭാഗങ്ങളും അതിൽ വരുന്നുണ്ടെന്ന് മനസ്സിലാക്കുക. കാരണം സെക്ഷൻസിൽ നിന്ന് ക്വസ്റ്റ്യൻസ് ചോദിക്കും. സെക്ഷണൽ വ്യൂ ഓഫ് മാമറി ഗ്ലാൻഡ് എടുക്കുമ്പോൾ എന്തൊക്കെ ഡയഗ്രാമത്തിൻ്റെ ഭാഗങ്ങൾ കാണുന്നുണ്ടെന്ന് ചോദിക്കും. ബ്രസ്റ്റ് ഫീഡിൻ്റെ സമയത്ത് മിൽക്ക് എക്സ്പ്രസ് ചെയ്യുന്നുണ്ടെന്ന് മനസ്സിലായി. ഓക്കെ, 15 to 20 മാമറി ലോബ്സ്, ഇത്രയും കാര്യങ്ങൾ പഠിച്ചു വയ്ക്കാം. ദാറ്റ്സ് ഇറ്റ്, താങ്ക് യു. അപ്പോൾ നമുക്ക് ഇനി അടുത്ത ഗെമറ്റോജെനസിസ് പിന്നത്തെ ക്ലാസ്സിൽ കാണാം.